ഹായ് ഗായ്സ്, അപ്പം ഞാൻ ഇന്നൊരു വ്ളോഗുമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ക്ലീനിങ് വ്ളോഗാണ്. റമളാൻ ആവാനായി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് നീറ്റാക്കുക റൂമും കാര്യങ്ങളൊക്കെ. അപ്പം അതാണ് കാണിക്കുന്നത്. ഞാൻ എണീക്കുമ്പോഴേ കനീനെ കുറച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ കാണൂ നമ്മളെ ക്ലീനിങ്. അത് മൈസൂരിലുള്ള റൂമാണ് കേട്ടോ, നമ്മൾ വീടാണ് കേട്ടോ. നമ്മൾ ഗായ്സ് ഓടി വന്നപ്പോൾ അപ്പോൾ വേദനായിട്ട് എണീക്കാനേ ആകുന്നില്ല. ഇപ്പം ഞാൻ ചൂടൊക്കെ പിടിച്ച് കാണും. ഇനി മൂവ് തേക്കണം, പക്ഷെ മൂവില്ല, മേത്തലുള്ള ഞങ്ങളെ ക്ലാസ് പഠിക്കുന്ന ഗേൾസിൻ്റെ ഒന്നുമില്ല. അപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇവിടെ ഒരു അയ്യോ സ്വാഭാവികം എനിക്ക് വൃത്തിയാക്കണം ഗൈസൊക്കെ. ഇതാ ഇതിലാണ് നമ്മൾ മെഡിസിനും കാര്യങ്ങളും ഇട്ടേക്കാറ്. പക്ഷെ ഇതിൽ തീർന്നതാ കണ്ടോ, ഫുൾ തീർന്നു. ഇതുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതും തീർന്നു. പക്ഷെ ഇതിൽ കുറച്ചുകൂടി ഉണ്ടല്ലോ അല്ലേ അനീന? ഇതെന്ത് തേക്കണം? ഇതെൻ്റെ പുതിയ ഡ്രസ്സാണ് ഇതൊക്കെ കണ്ടോ. അലങ്കോലമായിട്ടൊന്നുമില്ല, കുറച്ചവിടെയൊക്കെ ഒരു വൃത്തിയേടായി കിടക്കുന്നത്. എന്താ വെച്ചാൽ ഞാൻ ആകുമ്പോൾ ഞാൻ ഏതാ ഡ്രസ്സ് എടുക്കുന്നത് എനിക്കില്ല ഓർമ്മ ഉണ്ടാവില്ല. അപ്പം ഞാനിങ്ങനെ ഏതാ എടുക്കേണ്ടി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവല്ലോ. അപ്പം ഞാൻ വിചാരിക്കും ഓക്കെ എനിക്ക് ഇഷ്ടമുള്ള അങ്ങോട്ട് എടുത്തിട്ട് പോകും. അപ്പോൾ പേൻ്റൊക്കെ അടിയിലായിരിക്കും വരിക. അപ്പോൾ പേൻ്റൊക്കെ വലിച്ചിങ്ങോട്ട് വാരിയിട്ട് എടുത്തിട്ട് അങ്ങോട്ട് പോകും. അതാണ് പ്രശ്നം കേട്ടോ. അതോടെ അങ്ങനെയാണ്. പിന്നെ എനിക്കത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവുക. പക്ഷെ വേറൊരാളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതാണ് ഡിഫറൻസ് ഗൈസ്. കണ്ടോ, ഈ ഓണാകുമ്പോൾ കണ്ടോ ഇത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ ഡ്രസ്സുകൾ കണ്ടോ ഒന്നും ഇതാക്കട്ടെ. കാരണം ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് കുറേ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഡ്രസ്സുമായിട്ട് വന്നത് കമൻറ്റ് കേട്ടോ. അപ്പം ഇവളുടെ ഇങ്ങനെ എൻ്റെ അങ്ങനെ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഞാൻ മടിക്കൊക്കെ വെക്കണം, പക്ഷെ എനിക്ക് ഇന്ന് തീരെ ആവുന്നില്ല. നോക്കട്ടെ ഇൻഷാ അല്ലാ. അപ്പം പിന്നെ ഇതൊക്കെ എൻ്റെ ഓരോരോ കലാപരിപാടിയായിട്ട്. ഇത് ഞാൻ മക്കളെ കള്ളുകുപ്പിയില്ലേ, സംഭവം പറയണത് കള്ളുകുപ്പിയാണ്. ഞാൻ ഇതൊക്കെ ഇവിടെ വെച്ചാൽ നല്ല രസം ഉണ്ടാവും ഗൈസ്. കണ്ടോ ഈ ഫ്ലവർ എന്ന് വെച്ചാൽ ഈ മുട്ട് കണ്ടോ, ഈ മുട്ട് ഇത് ഇന്നലെ വരെ ഈ 2 പൂവേ ഉള്ളായിരുന്നു. എന്നിട്ട് ഈ മുട്ട് രാവിലെ ആകുമ്പോഴേക്ക് വെള്ളത്തിലിട്ടുമ്പോൾ രാവിലെ ആകുമ്പോഴേക്ക് ഇതെന്ത് ചെയ്യും, വിടരും. നല്ല രസം കാണാൻ, നല്ല രസം ഉണ്ടാവും കാണാൻ. ഇതും അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കണ്ടത്ത് പോയി എടുത്തിട്ടുണ്ടോ. കണ്ടോ മീൻസ് നിങ്ങൾക്ക് അറിയാലോ. എന്താ കണ്ടത്തിന് എന്താ പറയുക നിങ്ങൾ, പറമ്പോ കണ്ടോന്ന് തന്നെ അറിയാം. കണ്ടത്തിന് കണ്ടെന്ന് തന്നെ. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലീൻ ആക്കിയിട്ട് നല്ല ക്ലീൻ ചെയ്തിട്ട് എടുത്തതാ. ഇതെൻ്റെ ബാഗ്, ഹെൽമെറ്റ്, പിന്നെ ഒരു ലോക സുന്ദരി ഞാൻ കാണിച്ചു തരാം. അതാ ഗൈസ് കേട്ടോ, ഇതെൻ്റെ ഫോട്ടോ. അപ്പം അതിന് ശേഷം പിന്നെ നമുക്ക് വിശക്കല്ല. അപ്പം നമ്മൾ എന്തെങ്കിലും ചോറ് വെക്കുക. നമ്മൾ രാത്രി കൂടുതലും ചോറ് വെക്കുകയാണ് ചെയ്യുക. അതിന് ശേഷം അനീനെങ്ങനെ ക്ലീൻ ആക്കുന്നുണ്ട്. കാരണം നമുക്ക് നോമ്പിനാവുമ്പോൾ പക്ഷേ നോമ്പിന് അങ്ങനെ ഇവിടെ തോനെ നിൽക്കാറില്ല. എന്നാലും നമുക്ക് ക്ലീൻ ചെയ്യണമല്ലോ, നമ്മൾ നിൽക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ ഇതാ അവിടെ നല്ല നമുക്കൊന്ന് ജസ്റ്റ് പുറത്ത് പോവാം. നല്ല രസമുണ്ട് ഗായ്സ് കാണാൻ. അനീന എന്തോ പണിയില്ല ഒക്കെ. പിന്നെ ഇത് ഒന്നാമത് നമ്മളിത് വൃത്തിയാക്കുന്നത് എന്താ വെച്ചാൽ നോമ്പ് വരികയല്ലേ. പക്ഷെ നമ്മൾ നോമ്പിനുള്ള തോനെ നിൽക്കില്ല കേട്ടോ. കാരണം അവിടെ നിൽക്കാനാവില്ല ഗൈസ്. നമുക്ക് തന്നെ കുക്ക് ചെയ്യാനൊന്നും വയ്യ. ഇത് നിങ്ങൾക്കൊരു മരുഭൂമി പോലെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടും കേട്ടോ. എനിക്കും തോന്നാറുണ്ട് ചില നേരം തോന്നാറില്ല. ദാ ഗൈസ് ഇതാണ് നമ്മളെ വണ്ടി. ഇത് അടിപൊളി വണ്ടി. നമുക്ക് ഈ വണ്ടിയുള്ളൂ ഗൈസ് എല്ലായിടത്തും പോകാൻ വരാറ്. ഇവിടെ ഞാൻ വന്ന ടൈം ഞാൻ വന്നതിന് ശേഷം വന്ന ബിൽഡിങ്സാണ് ഗൈസ്. ഇവിടെ കണ്ടോ പപ്പായൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് തരല്ല, നമ്മളെ അയൽവാസി നമുക്ക് തരലൊന്നുമില്ല. അയൽവാസിക്ക് സംഭവം പറയുകയാണെങ്കിൽ നമ്മളെല്ലാം ആരൊന്നുമില്ല. അന്നൊരു ദിവസം നമ്മൾ ഓണമല്ല നമ്മൾ പൊതിച്ചോറുണ്ടാക്കിയിരുന്നേ. അപ്പോൾ അതായിട്ട് അവിടെ വായൻ്റെ ഇല ഉണ്ടോ. അപ്പോൾ ഇവിടെ വായൻ്റെ ഇലക്ക് എത്ര 10 ഉറുപ്പ്യ, 5 ഉറുപ്പ്യ അങ്ങനെ എന്തോ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ വായൻ്റെ ഇല പറിക്കാൻ പോയപ്പോൾ അവരെ ഓടിച്ചൊരു ദിവസം പറിക്കരുത് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ വേഗം പോന്നു അങ്ങനെ. അപ്പം അതിന് ശേഷം ചോറ് നമ്മൾ ഫസ്റ്റിലേ വെച്ചിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ കറി എന്തായാലും വെക്കണമല്ലോ. കറി ഇല്ലാണ്ട് നമുക്ക് ചോറ് തിന്നാൻ പറ്റില്ല. അപ്പം നമുക്ക് കറി ഉണ്ടാക്കാൻ ഞങ്ങൾ ഉണ്ടാക്കാൻ വിചാരിച്ചൊരു വെറൈറ്റി കറിയാണ്. വെറൈറ്റി ഒന്നുമല്ല, പരിപ്പ് കറി പോലെയൊക്കെ തന്നെയാണ്. എന്നാലും ഞങ്ങൾ കുറച്ച് സാമ്പാർ പൊടി ഇടും. അപ്പം നമുക്ക് പറയാം സാമ്പാറെന്നും പറയാം, പരിപ്പ് എന്നും പറയാം, 2 എണ്ണം പറയാം. അപ്പം എന്താ ഫസ്റ്റ് ഉരുളക്കിഴങ്ങ് മുറിച്ചു, പൊട്ടാറ്റോ, പിന്നെ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെന്താ
ഇവന്റെ അശ്രദ്ധ മൂലം ഇതിൽ പച്ചമുളക് ഇടാൻ മറന്നു. അപ്പൊ നമുക്ക് പച്ചമുളക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാനുള്ളൂ. പച്ചമുളക് അമ്പാ തെറിക്കുന്നു. കണ്ണൊക്കെ തെറിച്ച സൂപ്പറായി. നമ്മള് മുളക് ഇട്ടില്ലാന്ന് വിചാരിച്ച് മുളക് ഇട്ട്. പിന്നെ മഞ്ഞപ്പൊടി കുറച്ച് ലേശാധികം ഇടാം. കാരണം കളറിനല്ലേ, കളറ് വേണ്ടേ, മഞ്ഞ കളർ. ചിക്കൻ മസാല ഇടാം. ഇത് ചിക്കൻ മസാല. ഓഹോ, ഇത് ചിക്കൻ മസാല കേട്ടോ ഗൈസ്. പക്ഷെ ഇത്രയും കാലം ഞാൻ വിചാരിച്ചത് ഗരം മസാല ആണ്. ഞാൻ വെള്ളം ഒഴിക്കാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഇതെന്താ ഇത്? പിന്നെ ഞങ്ങൾക്ക് അറിയാലോ മൈസൂർ ബാംഗ്ലൂരും ക്ലോറിൻ വെള്ളം വരിക. അപ്പൊ നമ്മള് 5 രൂപ ഇട്ട് കൊടുത്താൽ നമുക്ക് വെള്ളം ഫ്രീ അല്ല 5 രൂപക്ക് ഇത്ര വെള്ളം കിട്ടോ. അപ്പം ഗായ്സ് നമ്മൾ എന്ത് ചെയ്തു, ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ജസ്റ്റ് നമ്മൾ പപ്പടം കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ ഇവിടെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എന്താ ഇത് എൻ്റെ ഓരോ കാര്യങ്ങളാണ് കേട്ടോ. ഓരോ കാര്യങ്ങളെന്നൊന്നും പറയാനല്ല, എല്ലാവരും യൂസ് ചെയ്യുന്ന പോലെ പൗഡറും കുറച്ച് ബോഡി ലോഷനും അതുപോലെ തന്നെ സ്പ്രേയും കാര്യങ്ങളകത്ത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഈസി ആയിട്ട് വേഗം. ആർക്കെങ്കിലും ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ മടി ഉണ്ടാവാറുണ്ട്. എനിക്ക് നല്ല മടി ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ എല്ലാം ക്ലീൻ ചെയ്യുമ്പോൾ എന്തായാലും ക്ലീൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. റമളാനാവാനും ആയല്ലോ. അപ്പം നമ്മളെല്ലാം കൂടി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാം ഇന്നലെ ആയിരുന്നു അനീന വന്നത് കേട്ടോ. അപ്പം പിന്നെ വിചാരിച്ചു, ഞാൻ അതുവരെ എൻ്റെ വേറെ ഫ്രണ്ടിൻ്റെ അടുത്തായിട്ട് നിൽക്കല്. അപ്പം എന്താ ക്ലീൻ ആയിട്ടുണ്ട്. ഓരോ സാധനങ്ങളും വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഒരു ഫ്ലവറൊക്കെ വെക്കുന്നത് ഒരു പവറിന് വേണ്ടിയിട്ട് വെക്കുന്നതാണ് കേട്ടോ. പിന്നെ കർട്ടന് ഇട്ടു. കർട്ടന് കൂരി വെച്ച് ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ ആ റൂം ക്ലീൻ ആക്കി. അതിന് ശേഷം ഡൈനിങ് ഹാളിലേക്ക് വന്നു. ഡൈനിങ് ഹാളൊക്കെ നാറൊക്കെ എടുക്കുന്നുണ്ട് ഗൈസ്, അത് നോക്കണ്ട. പിന്നെ ഫുഡ് കാര്യങ്ങളും അവിടെ ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ എന്താ റൂമും കാര്യങ്ങളൊക്കെ, റൂം 2 വേഗം ക്ലീൻ ചെയ്ത് വെച്ചു. കാരണം നമ്മളെ ബെഡും കാര്യങ്ങളൊക്കെ നമുക്ക് അതിലേക്ക് വെക്കണമല്ലോ, അതുകൊണ്ട്. അതിന് ശേഷം ഇതാണ് കേട്ടോ. ഇതൊന്നും വിചാരിക്കേണ്ട, അതിൻ്റെ ഇതാ പൂജാമുറി, അത് ക്ലീനാക്കാം. മറ്റേ ടോയ്ലറ്റ് കേൾക്കുന്നതിന്റെ അതാ ഇതിന്റെ മരുന്നാ, കൊരന്റെ മരുന്നാ. അതിവിടെ വെച്ച നല്ല മരുന്നാ സാധനം. അത് കൊരന്റെ മരുന്ന്. സൂപ്പർ. പിന്നെ പൂവ് അവിടെ. യെസ്. ഇനി നമുക്ക് ഷൂ റാക്ക് ഒന്ന് വൃത്തിയാക്കാണ്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊടിക്കാനേ ഉള്ളൂ കേട്ടോ. ഷൂ ഒന്ന് എടുത്തിട്ട് നമ്മൾ മാറ്റി വെക്കണം. എനിക്ക് നല്ല ഊരവേദന ആവുന്നുണ്ട് ഗൈസ്. കാരണം ഞാൻ ഇന്നലെ രാത്രി എന്തോ വേസ്റ്റ് ഇട്ടാൻ പോയപ്പോൾ ഓടിയതായിരുന്നു. അപ്പോൾ ഈസി വൈ ഉണ്ട്, ഈസി വയ്യ ഗൈസ്. നമ്മളയ്യാട്ടോ, നമ്മളുണ്ടാക്കി വയ്യ ഗൈസ്. ഇതാണ് നമ്മളെന്ത് സൺഫ്ലവർ ആണെങ്കിൽ ഇവിടെ വന്ന് വെറുതെ പറിച്ചോളൂ. ഇത് മറ്റേ പോയേല് പോകുമ്പോലുണ്ട്. നായ കോടി നായ്ക്ക് ഇന്നെ പേടിയാന്ന് തോന്നുന്നു. ഇതിൻ്റെ അടുത്തെത്തി നമ്മൾ ഇട്ടാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് കുറച്ച് നല്ല ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ അതിനാ കഴിഞ്ഞിട്ട് ചവിട്ടികളും ഒക്കെയാണ് ബേസ്. അപ്പം നമുക്ക് ഇതിട്ട് പേക്കോട്ടെ. ഭയങ്കര രസമുണ്ട്. ആകാശം എന്ത് രസാ വളേ ഏളെ ഭീമ വേഗം ഓടി പോ. ഈസി വായിക്കൂടെ പോടാ അങ്ങനെ. ഇതാട്ടോ നമ്മളെ ബിൽഡിങ് ഗൈസ്. ഇതാണ് നമ്മളെ ബിൽഡിങ്. ഇത് നോക്ക്, ഇത് നമ്മളെ പാർക്കാട്ടോ. ഇവിടെ ഭയങ്കര രസമാണ്. വലിയ ഈവനിങ് ഇപ്പോഴൊക്കെ പോയിട്ട് നമ്മൾ കരഞ്ഞോവേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പം അതിനുശേഷം നമ്മൾ റൂമിൽ വന്നു. അവിടെ നമ്മൾ തിരുമ്പാൻ കൊണ്ടിട്ടാട്ടോ. അതിനുശേഷം തൊടിക്കാനുണ്ടായിരുന്നു, തൊടിച്ചു. പിന്നെ അടിച്ച് വാരിട്ടതിന് ശേഷമായിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക് പോയത്. ഞാൻ ക്ലീൻ ചെയ്തു. പിന്നെ പപ്പടം പൊരിച്ച് വെച്ചിട്ടുണ്ട്, കറി ഉണ്ട്, ചോറുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ ഞങ്ങൾ വിചാരിച്ച അച്ചാറുണ്ടല്ലോ, അച്ചാർ മതിയല്ലോ. വൃത്തിയായിട്ടുണ്ട് കേട്ടോ.
ഗൈസ് പണികളെല്ലാം കഴിഞ്ഞിരുന്നുണ്ട്. പിന്നെ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അനിയൻ അവിടെ നിന്ന് തിരുമ്പായിരുന്നു. അപ്പോൾ അതാ ഈ ഒരു മിറർ നമ്മൾ ഇതുവരെ വെച്ചില്ല, നിന്ന് വെച്ചതാണ്. കാരണം നമ്മൾ അവിടെ നിന്നാണല്ലോ ഫ്രഷൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഒരു മിറർ വെക്കാമെന്ന് വിചാരിച്ചു. അനിയനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അങ്ങനെ പിന്നെന്താ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഫുഡ് കഴിച്ച വീഡിയോസും കാര്യങ്ങളും ഞാൻ ഒന്ന് ആഡ് ചെയ്യാം. ഫുഡ് കഴിച്ചു, പിന്നെ കുളിച്ചു, കിടന്നു കേട്ടോ. അപ്പൊ ഗായ്സ് നമ്മള് ഇതാ വന്നു വെറുതെ ഇരിക്കുക കേട്ടോ. നമ്മള് എന്തൊക്കെ കണ്ട് അവള് സിനിമയും കണ്ട് ഞാൻ കുളിക്കുകയും ചെയ്തു. ഓൾ അതിന് മുമ്പേ കുളിച്ചും കാര്യം കിടന്നു കണ്ടോ. ഞാൻ പിന്നെ അങ്ങനെ ഇരുന്നും കാര്യം പിന്നെ ഇതാ മടിച്ചാണ് ഗൈസ്. പിന്നെ ഇത് എന്തായാലും പൂളക്കൊള്ളിയും പിന്നെ ചായ. ഇന്ന് ഒരു ക്ലീനിങ് ഡേ ആയിരുന്നു. റമളാൻ വരാൻ പോവാണ്. അപ്പോൾ റമളാനിന്റെ മുൻകൂട്ടി നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ടല്ലോ, എന്താ പറയാ അതിന്, നനച്ചുളി. അപ്പോൾ ആ ഒരു വ്ളോഗായിരുന്നു ഇന്ന്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് ലൈക്ക്, പ്ലീസ് ഷെയർ. അപ്പം ബൈ.